ഈ ക്രിസ്തുമസിന്റെ ഒരു ഓർമ്മ, ചെറുപ്പത്തിലേക്കും ഒരു ഓർമ്മ എന്താ? ക്രിസ്തുമസിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊരു മധുരം നിറഞ്ഞ ഓർമ്മയാണ്. അതായത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീടുകളിൽ പോവുക. അവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പുൽക്കൂടമൊന്നുമല്ല, ആ വീടിൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വൈക്കോലും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇലകളൊക്കെ വെച്ച് ഒരു വളരെ ലളിതമായി എന്നാൽ വളരെ മനോഹരമായി 2-3 രൂപങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്ത് മെഴുകുതിരിയൊക്കെ എത്തിച്ചിട്ട് മെഴുകുതിരി വെട്ടത്തിനൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇപ്പോഴും മെഴുകുതിരി മെഴുകുതിരി കുറഞ്ഞു. മെഴുകുതിരി ക്രിസ്മസ് കൂട് ഒരു വലിയ നൊസ്റ്റാൾജിയാണ്. ശരി, ക്രിസ്മസ് കൂടിന്റെ ഒരു തിയറി എന്താണ് ശരിക്കും? ഒരു സംഗതി ഇപ്പൊ ക്രിസ്തുവിന്റെ അല്ല, അത് പുൽത്തൊഴുത്തിന്റെ അതെ ഞാൻ പറഞ്ഞത് അതല്ല, അതിന്റെ ഒരു ഫിലോസഫിക്കൽ സാധനം. അത് കുടുംബം എന്നുള്ളതാണ്. ഒരു തിരുകുടുംബം എന്നൊക്കെ പറയില്ലേ, ദ ഹോളി ഫാമിലി. ആ കൺസെപ്റ്റാണത്. അതായത് വീട് എന്താ പറയുക, യേശുനാഥനും മറ്റേ ജോസഫും മറിയയും ആ കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ ഒരു മഹത്തായ. അതിനകത്ത് വേറെ സംഗതി വെച്ചാല് ഇപ്പൊ ഒരു ജീവിതത്തിന്റെ നമ്മളിപ്പോൾ എല്ലാം ആഡംബരം ആർഭാടങ്ങൾക്ക് അപ്പുറത്ത് ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവം ജനിക്കുന്നത്, ഈശ്വരൻ ജനിക്കുന്നത്, ദൈവപുത്രൻ ജനിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും ചെറിയൊരു സംവിധാനത്തിലാണ് എന്നുള്ള വലിയൊരു സന്ദേശം. അത് നമ്മൾ മറന്നുപോയിപ്പോ ഏറ്റവും ആർഭാടമായ സംവിധാനത്തിലേക്ക് നമ്മൾ അറിയാതെ വരും തലമുറയോട് പക്ഷേ ഇങ്ങനെ അത് മറന്ന് ഇത്ര വലിയ സംവിധാനങ്ങളിൽ വെച്ചാലേ ക്രിസ്തു ജനിക്കുന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും. കാര്യം അതങ്ങനെയാണ്. പണ്ട് കുരുത്തോല കൊണ്ടാണ് പന്തല് ഈ അരങ്ങിടുക ക്രിസ്മസ് സമയത്ത് പള്ളി പരിസരങ്ങളിലൊക്കെ. പിന്നെ അത് കടലാസ് കൊണ്ടുള്ള അരങ്ങായി മാറി. പിന്നെ അത് മാറി ഇപ്പം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഏറ്റവും എളിമ, ഏറ്റവും താഴേക്കിടയിലാണ് ദൈവം ജനിക്കുന്നത്. പുൽക്കൂട്ടിലാണ് യേശുക്രിസ്തു പൂജാതനാകുന്നത്. തിരുപ്പിറവി നമ്മൾ കാണുന്നത് വലിയ മണിമാളികയിലല്ല, ഒരു പുൽക്കൂട്ടിലാണ്. അത് തന്നെയാണ് ക്രിസ്മസിന്റെ സന്ദേശം. അത് തന്നെയാണ് വളരെ കൃത്യമായി ജെയ്സണും ജയരാജ് വാര്യരും നമുക്കൊപ്പം പങ്കുവെച്ചത്. ജെയ്സൺ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ജയരാജേട്ടന്റെ കൂടെ ആഘോഷം തുടർന്നോളൂ. നമുക്കൊപ്പം ഇവിടെ കലാകാരന്മാർ, നമ്മുടെ 2 അച്ഛന്മാർ ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അച്ഛന്മാർക്ക് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ജെയ്സണോട് സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സംഭാഷണം? ഹൃദ്യമായിരുന്നോ? വളരെ വളരെ മനോഹരമായിരുന്നു. ജെയ്സൺ പാടുമെന്ന് ഞാനും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ജെയ്സൺ പാടുമെന്നുള്ളത് ഒരു പുതിയ അറിവാണ്. ഇനി എല്ലാ പരിപാടിക്കും ജെയ്സൺ ചാമളപ്പിലിനെ അഡ്വാൻസ് ബുക്കിംഗ് ആയിരിക്കും. ഹാപ്പി ക്രിസ്മസ് ജെയ്സൺ. ഹാപ്പി ക്രിസ്മസ്. ജെയ്സന്റെ ആ ഒരു ചമ്മലും എല്ലാം കൂടെ രസമുണ്ട്.